വർഷം 2008 ബംഗളൂരുവിലെ MG റോഡിൽ രണ്ട് വനിതകൾ ഷിഷാം ഹിന്ദുജ ആൻഡ് തൃപ്തി ഇവർ രണ്ടുപേരും ചേർന്ന് ചെറിയൊരു ബേക്കറി ഔട്ട്ലെറ്റ് ആരംഭിച്ചു. അവർ അതിന് റീഗലർ എന്ന പേരും നൽകി. ബിസിനസ് സാമാന്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോയി. ഒരു വർഷത്തിന് ശേഷം ക്രൈക്ക് പാർക്ക് ലേഔട്ടിൽ അവർ പുതിയ ഒരു ഔട്ട്ലെറ്റ് ആരംഭിച്ചു. ആ ഔട്ട്ലെറ്റിന് അവർ പുതിയൊരു പേരും നൽകി, ഹാപ്പി ബെല്ലി ബേക്സ്. 2015 ജൂലൈ 14 അവർ ഈ പേരിൽ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തു. 2016 ഒക്ടോബറിൽ അവർക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും കിട്ടി. അങ്ങനെ അവരുടെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോയി. അപ്പോഴാണ് അവർക്കൊരു കോള് വന്നത്. അവരുടെ നിലവിലെ കസ്റ്റമറിൻ്റെ കോള് തന്നെയായിരുന്നു. ആ കോളിൽ ആ കസ്റ്റമർ പറഞ്ഞത്, നിങ്ങൾ ആമസോണിൽ പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രൊഡക്റ്റ് ആമസോണിൽ ഞങ്ങൾ കണ്ടു. ഹിന്ദുജിയും തൃപ്തിയും ഇതുവരെ ആമസോണിൽ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ ആമസോണിൽ ഒന്ന് പരതിയപ്പോഴാണ് മനസ്സിലായത്, ആമസോൺ പ്രൈവറ്റ് ലേബലിൽ ഹാപ്പി ബെല്ലി എന്ന് പറയുന്ന പേരിൽ ധാരാളം പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നു. സ്നാക്കുകൾ, നട്ട്സ്, ബേബി ഫുഡ്, സ്പൈസസ് തുടങ്ങിയിട്ട് ധാരാളം കാറ്റഗറി പ്രോഡക്ട്സ് ഈ പേരിൽ ആമസോൺ വിൽക്കുന്നു. 2017 ഹിന്ദുജ ആമസോൺ സെല്ലർ സർവീസിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു ലോ സ്യൂട്ട് ഫയൽ ചെയ്തു. ആമസോൺ പറഞ്ഞത്, ഞങ്ങൾ ഈ ബ്രാൻഡ് ഇന്റർനാഷണൽ ലെവലിലാണ് പ്ലേസ് ചെയ്യുന്നത്. ഇവർ ഹിന്ദുജ ഇറക്കുന്ന ഹാപ്പി ബെല്ലി എന്ന് പറയുന്നത് ബാംഗ്ലൂരുവിൽ മാത്രം നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ബ്രാൻഡിനെ ഇത് ബാധിക്കുന്നില്ല എന്നതായിരുന്നു ആമസോണിൻ്റെ വാദം. അങ്ങനെ 4 വർഷം ഈ കേസ് നീണ്ടു. ഒടുവിൽ 2022 ഓഗസ്റ്റ് 30 ഹിന്ദുജയ്ക്ക് അനുകൂലമായിട്ട് കോടതി വിധി എഴുതി. ആമസോൺ ഹാപ്പി ബെല്ലി എന്ന് പറയുന്ന പേരിൽ ഇറക്കിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും പിൻവലിക്കണം എന്നുള്ള ഉത്തരവായിരുന്നു അത്. ഇതിനിടയിൽ ധാരാളം ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നിയമപോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ആമസോൺ ഹാപ്പി ബെല്ലി എന്ന് പറയുന്ന പേരിൽ ധാരാളം ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഹിന്ദുജ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒപ്പോസിഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ആമസോണിൻ്റെ ചില ട്രേഡ് മാർക്കുകൾ അബാൻഡൻ ആയി പോയിട്ടുണ്ട്. ആൻഡ് ഇന്നും ആ കേസ് തുടരുന്നുണ്ട്. എന്നാൽ ഓൾറെഡി സിവിൽ കോർട്ട് ആമസോൺ ഹാപ്പി ബെല്ലി എന്ന് പറയുന്ന പേരിൽ പ്രോഡക്റ്റ് ഇറക്കരുതെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒപ്പോസിഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നത് വരെ ആമസോണിന് ഈ പേരിൽ പ്രോഡക്റ്റ് ഇറക്കാൻ കഴിയത്തില്ല. സാധാരണഗതിയിൽ ഒപ്പോസിഷൻസ് വളരെ റെയറായിട്ടേ വരാറുള്ളൂ. ഞങ്ങൾ ചെയ്യുന്ന ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻസിൽ 1% താഴെയുള്ള സ്ഥാപനങ്ങൾക്ക്, ബ്രാൻഡുകൾക്ക് മാത്രമാണ് ട്രേഡ് മാർക്ക് ഒപ്പോസിഷൻ വരുന്നത്. ചില ട്രേഡ് മാർക്ക് ഓണേഴ്സ് ഓൾറെഡി ആ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒപ്പോസിഷന് മറുപടി നൽകാനായിട്ടുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് നൽകാറുണ്ട്. ചിലർ ഇത് മറുപടി നൽകേണ്ട, ഇതങ്ങനെ പോയിക്കോട്ടെ, ഞങ്ങൾ ഇനി ഈ പേര് ഉപയോഗിക്കുന്നില്ല, ഞങ്ങൾ മറ്റ് പേര് ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി കൊടുക്കാതെ ഒഴിഞ്ഞു പോയിട്ടുമുണ്ട്. ഒരു ഒപ്പോസിഷൻ നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മറുപടി കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ബ്രാൻഡിൻ്റെ നിലവിലെ അവസ്ഥയെ നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. ആ ബ്രാൻഡിന് വേണ്ടിയിട്ട് ധാരാളം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നാട്ടുകാർ അറിയുന്ന ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒപ്പോസിഷന് മറുപടി കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതാണ് നല്ലത്. അതല്ല, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾ ഈ പറയുന്ന പേരിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്, ഈ പേരല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു പേരിലേക്ക് മാറാനായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മറുപടി കൊടുക്കാതെ പിന്മാറുന്നതായിരിക്കും നല്ലത്. കാരണം ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. 3-4 വർഷമൊക്കെ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക, നിയമ പോരാട്ടത്തിലേക്ക് ഇറങ്ങുക എന്നത് പല ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒപ്പോസിഷന് മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും 2-3-4 മടങ്ങ് കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ഒരു കാര്യം കൃത്യമായിട്ട് ഓർക്കുക, നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ന്യായം നിങ്ങളുടെ ഭാഗത്താണെന്നുള്ള 100% ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പുറത്ത് നിൽക്കുന്നത് എത്ര വലിയ ഭീമൻ കമ്പനിയാണെന്നുണ്ടെങ്കിലും, ആമസോൺ ആയിക്കോട്ടെ, മെക്ഡൊണാൾഡ്സ് ആയിക്കോട്ടെ, ITC ആയിക്കോട്ടെ, ആരാണെന്നുണ്ടെങ്കിലും കോടതിയുടെ മുമ്പിൽ അത് വലിയ കമ്പനി, നിങ്ങളുടേത് ചെറിയ കമ്പനി എന്നുള്ള വേർതിരിവുണ്ടാവില്ല. കോടതിയുടെ മുമ്പിൽ കൃത്യമായിട്ടുള്ള എവിഡൻസ് മാത്രമായിരിക്കും പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്നത് ആരാണ് എന്നുള്ളതല്ല, നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം എവിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻസിൽ 95% കൂടുതൽ ട്രേഡ് മാർക്കുകൾക്കും രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ചെങ്കിലും ഒബ്ജക്ഷനും ഹിയറിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടാവുക. എന്നാൽ ചിലതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുമുണ്ട്. അത്തരത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. 3 വർഷം മുമ്പായിരുന്നു ഒരു ക്ലയൻറ്റ് ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ആ ബ്രാൻഡ് നെയിമിൽ തന്നെ മറ്റൊരു ബ്രാൻഡ് നെയിം ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവർക്ക് കിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആദ്യം സംസാരിച്ചിരുന്നത്. പക്ഷേ റെക്കോർഡ് നോക്കുന്ന സമയത്ത് ഇവർ 1985 മുതൽ ആ പേര് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രേഡ് മാർക്ക് അവർ ഉപയോഗിക്കാൻ തുടങ്ങിയത് 2010 മുതലായിരുന്നു. അതായത് 1985 മുതൽ ഈ വ്യക്തി ഈ ട്രേഡ് മാർക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ട്രേഡ് മാർക്ക് കിട്ടാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളും ഞാനതിൽ കണ്ടു.
അങ്ങനെ 1985 മുതൽ ഈ പേര് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അഫിഡവിറ്റ് തയ്യാറാക്കി നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്ത് നമ്മൾ ഫയൽ ചെയ്തു. അതിന് ഒബ്ജക്ഷൻ വന്നു, സ്വാഭാവികമാണ്. ഒബ്ജക്ഷൻ നമ്മൾ മറുപടി കൊടുത്തു, ഹിയറിങ്ങിന് വിളിച്ചു, സ്വാഭാവികമാണ്. ഹിയറിങ്ങിൽ നമുക്ക് വേണ്ടിയിരുന്നത് എവിഡൻസുകളാണ്. എവിഡൻസ് ഇൻ ദ സെൻസ് 1985 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ബ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവ്. എന്താണ് ആ തെളിവ്? തെളിവ് എന്ന് പറയുന്നത് അന്ന് മുതലുള്ള പർച്ചേസ് ബില്ലും സെയിൽസ് ബില്ലും അനിവാര്യമാണ്. ഈ പർച്ചേസ് ബില്ലും സെയിൽസ് ബില്ലും നമുക്ക് ഹാജരാക്കാൻ കഴിഞ്ഞാൽ ഈ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ പർച്ചേസ് ബില്ലും സെയിൽസ് ബില്ലും ഇല്ലായിരുന്നു. അന്ന് ഞാനത് ചോദിച്ചതുമില്ല. തീർച്ചയായിട്ടും 1985 മുതൽ ചെയ്യുന്നൊരു ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ കയ്യിൽ അതിൻ്റെ റെക്കോർഡ്സ് കാണേണ്ടതാണ്. അതിൻ്റെ പർച്ചേസ് ബില്ലും സെയിൽസ് ബില്ലും അങ്ങനെയുള്ള ബില്ലുകളെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ബില്ലുകളൊന്നുമില്ല. 1985 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫുഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. അതൊരു എവിഡൻസ് ആണ് എന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് യൂസേജിനുള്ള പ്രൂഫ് അല്ല അത്. ഹിയറിംഗ് ഞങ്ങളത് എക്സ്റ്റെൻഡ് ചെയ്തു, 3-4 പ്രാവശ്യം ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തു. ആൻഡ് നമുക്ക് ആ ഡോക്യുമെൻറ്റ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അവസാനം ആ പേര് റിഫ്യൂസലായിട്ട് പോയി. ഞാൻ പറഞ്ഞു വന്നത്, കൃത്യമായിട്ടുള്ള ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടും. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എത്ര വലിയ കമ്പനിയാണ് എന്നുണ്ടെങ്കിലും ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ റോൾ ഇവിടെ പ്ലേ ചെയ്യുന്നത്. നിങ്ങൾക്കും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.